സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ ആഘോഷത്തോടു കൂടിയാണ് പെരിന്തൽമണ്ണയിൽ ഈ ഒരു പദ്ധതിയെ വരവേൽക്കാൻ വേണ്ടി ജനങ്ങൾ എത്തിയത്. അതിൽ നിന്ന് ഏകദേശം വലിയൊരു തുക യാത്രക്കായി മാറ്റിവെക്കുന്നത് ഇല്ലാതെയാക്കാനും അത് അവരുടെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള വളർച്ചയിലൊക്കെ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിനും സാമ്പത്തിക ശാക്തീകരണത്തിനും പുതിയ കരുത്തേകി സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിക്ക് പെരിന്തൽമണ്ണയിൽ തുടക്കമായി. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറച്ച് കുടുംബ ബജറ്റിന് ആശ്വാസമേകാനും തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിലേക്കുള്ള അവരുടെ സഞ്ചാരം കൂടുതൽ സുഗമമാക്കാനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിക്ക് പെരിന്തൽമണ്ണയിലും തുടക്കമായി. പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് നേരിട്ടുള്ള ആശ്വാസമാകുന്ന പദ്ധതിയെ വലിയ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ വരവേറ്റത്. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പദ്ധതിയിലൂടെ സാധാരണക്കാരായ വനിതകളുടെ കുടുംബ ബജറ്റിന് വലിയ ആശ്വാസമാകുമെന്ന് MLA പറഞ്ഞു. പൊതുഗതാഗതത്തെ ആശ്രയിച്ച് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പദ്ധതിയുടെ പ്രയോജനം നേരിട്ട് ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെരിന്തൽമണ്ണ ഇതിലെ ഏറ്റവും നല്ല ഗുണഭോക്താക്കളിൽപ്പെട്ട ഒരു പ്രദേശമാണ്. 23 സർവീസുകളാണ് ഇപ്പോ KSRTCയിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യം വേണോ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബസ് ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും ചെറിയ വരുമാനത്തിന് ജോലി ചെയ്യുന്ന, നമ്മുടെ സെയിൽസ് ഗേൾസ് ആയിട്ട് ജോലി ചെയ്യുന്ന, കടകളിൽ ജോലി ചെയ്യുന്ന, 10,000 രൂപക്ക് താഴെ ശമ്പളം വാങ്ങുന്ന എത്രയോ സ്ത്രീകളാണ്. അതേ സമയത്ത് നല്ല ശമ്പളമുള്ള ആളുകൾ കാർ ഉപയോഗിച്ചാണ് ഓഫീസിൽ പോകുന്നത്. അതിൽ കുറഞ്ഞ ശമ്പളമുള്ള ആളുകൾ ബൈക്കോ സ്കൂട്ടിയോ ഉപയോഗിച്ചിട്ടാണ് സ്ത്രീകളൊക്കെ ഓഫീസുകളിൽ കൂടുതലും പോകുന്നത്. എന്നാൽ ഏറ്റവും താഴെ തട്ടിലുള്ള സ്ത്രീകൾക്ക് അവരുടെ വരുമാനത്തെയും ബജറ്റിനെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്കൊരു ഗുണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർക്ക് കൂടിയുള്ള ഗുണമാണ്. കാരണം നമ്മുടെ ഫാമിലി ബജറ്റിനെയാണ് അത് ശക്തിപ്പെടുത്താൻ പോകുന്നത്. കാരണം ഒരു സാധാരണ കുടുംബത്തിലെ ഒരു 10,000 രൂപക്ക് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വരുമാനത്തിൽ നിന്ന് 1,000-1,500 രൂപയെങ്കിലും ബസ്സിന്റെ ടിക്കറ്റിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്ന് 1,000 രൂപ അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്ക് സ്ത്രീകൾക്ക് മാത്രം എന്തിന് സൗജന്യം എന്ന ചോദ്യത്തിനോ, അല്ലെങ്കിൽ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇതിന്റെ ഗുണഭോക്താക്കളാവില്ലേ എന്ന ചോദ്യത്തിനോ ഉള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് കൂടുതലും ബസ് ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവർക്ക് വേണ്ടി തന്നെയാണ്, ഈ ഒരു സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ ആഘോഷത്തോടു കൂടിയാണ് പെരിന്തൽമണ്ണയിൽ ഈ ഒരു പദ്ധതിയെ വരവേൽക്കാൻ വേണ്ടി ജനങ്ങൾ എത്തിയത്, സ്ത്രീകൾ എത്തിയത്. നമ്മുടെ UDF-ന്റെ നേതാക്കന്മാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പദ്ധതി ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പദ്ധതിയുടെ ഗുണഫലം ഏറ്റവും കൂടുതൽ ലഭിക്കുക. കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാനും ഇത് സഹായകരമാകും. സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിയാണ് പ്രിയദർശിനി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ പറഞ്ഞു. കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് യാത്രാ ചെലവിൽ വലിയ ആശ്വാസം നൽകുന്ന പദ്ധതി തൊഴിൽ, വിദ്യാഭ്യാസം, പൊതുസേവനങ്ങൾ എന്നിവയിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനം കൂടുതൽ എളുപ്പമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു.
തീർച്ചയായും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഈ പ്രിയദർശിനി ഇന്ദിരാ ഗ്യാരണ്ടിയെ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഞങ്ങളോടൊപ്പം സഹപ്രവർത്തകരായ ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ പോലും വളരെ തുച്ഛമായ ശമ്പളത്തിനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അർഹമായ ഒരു ശമ്പളം കിട്ടുന്ന സാഹചര്യം പോലും ഇല്ല. എന്നിട്ടും അവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. അപ്പം അതിൽ നിന്ന് ഏകദേശം വലിയൊരു തുക യാത്രക്കായി മാറ്റിവെക്കുന്നത് ഇല്ലാതെയാക്കാനും അത് അവരുടെ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടുള്ള വളർച്ചയിലൊക്കെ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അങ്ങോട്ട് സ്ത്രീകൾക്ക് തൊഴിലിനിറങ്ങാനും മറ്റു പൊതു ഇടങ്ങളിലേക്ക് ആക്സസ് ചെയ്യാനും ഒക്കെ ധൈര്യം കൊടുക്കുന്ന ഒരു തീരുമാനം കൂടിയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ സ്ത്രീകൾ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നത്. വലിയ ജനപങ്കാളിത്തത്തോടെയാണ് പെരിന്തൽമണ്ണയിൽ പ്രിയദർശിനി ഇന്ദിരാ ഗ്യാരണ്ടിയെ വരവേറ്റത്. ചടങ്ങിൽ നാലകത്ത് സൂപ്പി, നാലകത്ത് ബഷീർ, AK നാസർ, KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ്, വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പച്ചേരി ഹുസൈന നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ഇൻവെർട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ടെക്നീഷ്യൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും